ഹായ് പറ. ഹലോ. ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയാലോ? ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അഞ്ജലി പൂനെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു. കുറച്ച് തിരക്കായത് കാരണം ഇന്നലെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു വാലന്റൈൻസ് ഡേയുടെ തീമിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് നമ്മളിന്ന് കൊണ്ട് കൊടുക്കും. അതിന് നമ്മൾ പൊക്കോണ്ടിരിക്കുക. നമ്മൾ പോകുന്നത് മുറിഞ്ഞുപുഴയ്ക്കാം. അപ്പോൾ നമ്മളിപ്പം നിലവിൽ ഇവിടെ മുണ്ടക്കയം ടൗൺ ആയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പോവാം. സുഹൃത്തുക്കളെ, മൊത്തം ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാ. ശിവരാത്രിയുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ടിൽ ഭയങ്കര അങ്ങനെ ഡയറി മിൽക്ക് വാങ്ങിച്ചേ. അടുത്ത പൂ മേടിക്കാം. കട്ട് ചെയ്താണോ വെള്ളത്തിൽ കൊടുക്കുമല്ലയോ? ചാർജ് മേടിക്കണം. ഓടിയാലും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പൂവും കളക്ട് ചെയ്തിട്ടുണ്ടേ. അതൊരു ബൊക്കെ പോലെ ഏകദേശമൊക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഒരു ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഫ്രെയിം സെറ്റായി, ഫ്ലവർ സെറ്റായി, ഡയറി മിൽക്ക് സെറ്റായി. നമുക്കിനി കൊണ്ട് കൊടുക്കാൻ പോയാലോ? 3 മണിക്കൂറായി ഞങ്ങളുടെ കസ്റ്റമറെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല കസ്റ്റമർ സർവീസാണ്. അത് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് പൂക്കളും മിഠായും ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ഇച്ചിരിയൊക്കെ ഡിലേ ആവും. ഇത് പിന്നെ നമ്മുടെ സ്വന്തം കൂട്ടിലെ കോഴി ആയതുകൊണ്ട് കുഴപ്പമില്ല, എപ്പോൾ വേണേൽ പിടിക്കാമല്ലോ. എനിക്ക് തോന്നുന്നത് ലോങ് ഡിസ്റ്റൻസിലായിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ള പ്രണയം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഇപ്പം ഒരാൾ പൂനെയിലാണ്, ഒരാൾ ഇവിടെ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പം അപ്പോഴായിരിക്കും ഭയങ്കര ഇഷ്ടം, അഫെക്ഷൻ കൂടിയതെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ്. അല്ലേ ഇതൊന്നും ഇല്ലാത്തതാ. ലോങ് ഡിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ലവ് ഉണ്ടാവുന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. നിങ്ങൾക്കും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാവോ? ലവ് ഇല്ലാത്തവർക്കല്ലേ അതിന്റെ പ്രശ്നം, വിഷമമൊക്കെ. കുരുവല്ല, നമുക്കതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, പറയാൻ തന്നെ തോന്നുന്നത്. അതും കൊടുക്കാൻ പോവാന്നൊക്കെ പറയുന്ന രസമാണ്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിൽ നമ്മളും ഒരു പാർട്ടാവും. നമ്മളും എന്റെ C4 കേക്കും എല്ലാം ഒരു പാർട്ടാവുന്നുണ്ട്. എന്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ C4 കേക്കും ഞങ്ങളുടെ വണ്ടിയും എല്ലാം ഇതിന്റെ ഒരു ഭാഗമാകുന്നുണ്ട്. അപ്പൊ അത്രയും ഹാപ്പിനെസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ആകുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. ഇതാണ് ശരിക്കും ഞങ്ങളുടെ മയിൽ വാഹനം. ഞങ്ങൾ എവിടെ പോയാലും ഇതിന്റെ അകത്ത് കയറി പോകുന്ന ലക്ഷറി ആയിട്ടേ പോകത്തുള്ളൂ. എവിടെ കയ്യിൽ 5ന്റെ പൈസ ഇല്ലെങ്കിലും ഇങ്ങനെ പോവുള്ളു. നിനക്കൊരു ക്ലൂ തരാമായിരുന്നു വളയുന്നത് ഇങ്ങോട്ടാണെന്ന്. അത്യാവശ്യം ഹെയർ പിന്നൊക്കെ കേറി ഗാർഡ് റോഡ്. ഇതൊന്ന് എത്തിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? അതെ കുറെ നേരമായി ഈ
മൊത്തം കാട് അറിയാവോ? അങ്ങ് ദൂരെ കാണുന്നതൊക്കെ കണ്ട അതാണ് പാഞ്ചാലിമേട്. നമുക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് പാഞ്ചാലിമേട് കണ്ട. അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നമ്മളൊരു 3-3.5 മണിക്കൂറത്തെ പോസ്റ്റ് കൊടുത്തിട്ട് ചെല്ലും അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട് എത്തി. നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോവാ. അവിടെ ആള് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പോവാ. അയ്യോ, അങ്ങനെ അത് കൊണ്ട് കൊടുത്തു. അവരുടെ ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ കണ്ട? ഭയങ്കര സന്തോഷം. അതില് അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയതില്. വീഡിയോ കോൾ വിളിച്ച് അഞ്ചിലേക്ക് കാണിച്ചു. നല്ല രസമായിരുന്നു ഇല്ലേ? അതെ, അടുത്ത ആൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോ കാണാം. അതെ, ഇനി അടുത്തൊരു സർപ്രൈസ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ. ടാറ്റാ.